ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഇരുത്തമെന്ന അല്ലെങ്കിൽ പ്രൊഫഷണലുകളായ 10 വയലിനിസ്റ്റുകളെ എടുത്താൽ അതിൽ ഒരാളാണ് ബി ശശികുമാർ. അദ്ദേഹം മരിച്ചു, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ 1-ാം ഓർമ്മദിനവും വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ 6-ാം ഓർമ്മദിനവും സ്മൃതി സംഗമം എന്ന പേരിൽ തിരുവനന്തപുരത്ത് ആചരിച്ചു. തിരുവനന്തപുരം ശ്രീ സ്വാതിരുനാൾ സംഗീത കോളേജിലെ ഡോക്ടർ മുത്തയ്യ ഭാഗവതർ മെമ്മോറിയൽ ഹാളിലാണ് ഡോക്ടർ ബി ശശികുമാർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. ശശികുമാർ, ഞങ്ങളൊക്കെ ശശികണ്ഠൻ വളരെ വാത്സല്യത്തോടെ വിളിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ആകാശവാണിയിൽ എത്രയോ കാലം അദ്ദേഹം സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്തു. മുറുക്കാൻ ചെല്ലുമായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരുന്ന് മണിക്കൂറുകളോളം സംസാരിക്കുന്ന അദ്ദേഹം ഒരു നാടകൃത്ത് കൂടിയായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ നാടകത്തിൻ്റെ ചുമതല വഹിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് ഈ നാടകവും കണ്ടതും കേട്ടതും ഒക്കെ എഴുതാൻ വലിയ പ്രേരണയായിരുന്നു. അദ്ദേഹം വയലിൻ താഴെ വെച്ചിട്ട് നാടകൃത്തിൻ്റെ പേന കയ്യിലെടുത്ത് കളയുമെന്ന് പോലും ഞാൻ ഭയന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയും പ്രതിഭാധനായ വയലിനിസ്റ്റിനെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരിയുടെ മകനായ ബാലഭാസ്കറിനെയും നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. 2 മികച്ച പ്രതിഭകൾ. ബി ശശികുമാറിൻ്റെ ശിക്ഷണത്തിലാണ് ബാലഭാസ്കർ ഇത്രയും വലിയ പ്രതിഭയായി വളർന്നത്. രണ്ടുപേരെയും സ്മരിച്ചുകൊണ്ടുള്ള സ്മൃതി സംഗമമാണ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. ഗുരു ശശികുമാർ ചിട്ടപ്പെടുത്തിയ സോപാന സംഗീത പദ്ധതിയിലെ തിരഞ്ഞെടുത്ത കൃതികളുടെ ആലാപന പശ്ചാത്തലത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ശശികുമാറിന്റെ സ്നേഹിതരും ശിഷ്യരും ചേർന്ന നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശശികുമാറിനെയും ബാലഭാസ്കറേയും പോലെയുള്ള പ്രതിഭകളുടെ സ്മരണകൾക്ക് മുന്നിൽ സംഗീതാർച്ചന നടത്താൻ കഴിഞ്ഞത് ഭാഗ്യമെന്നായിരുന്നു ചടങ്ങിലെത്തിയവരുടെ പ്രതികരണം. അദ്ദേഹം ഒരു സ്വരമെങ്കിലും പറഞ്ഞു കൊടുത്ത വ്യക്തികളല്ല ഇന്ന് ലോകപ്രസിദ്ധരായി. അങ്ങനെ ഒരു മഹത്തായ ഒരു പുണ്യം നമ്മുടെ ശിഷ്യന്മാർക്കെല്ലാം അദ്ദേഹം തന്നു. മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളോടുകൂടിയുള്ള ഒരു ചിരി ഇങ്ങനെ വരുമ്പോൾ കാണുന്ന ഒരു മുറുക്കനും കൂടി ചേർന്നുള്ള ഒരു ചുമന്ന ചിരിയുടെ നിഷ്കളങ്കത അന്നു മുതൽ അനുഭവിച്ച് ഇന്നും മായാതെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. സ്മൃതി സംഗമത്തോടനുബന്ധിച്ച് നടന്ന സംഗീത കച്ചേരി കാണികൾക്കും ആസ്വാദനമിഴിവേകി. 24 തിരുവനന്തപുരം. കലാധരനും അതേപോലെ വെട്ടിക്കൽ ശശികുമാറും ഒക്കെ പറഞ്ഞതുപോലെ ബി ശശികുമാർ പറഞ്ഞു കൊടുത്ത സ്വരം കേട്ട് വളർന്ന ഒരുപാട് പ്രശസ്തർ നമുക്കുണ്ട്. കാവാലം ശ്രീകുമാറിനെ പോലെ അദ്ദേഹത്തിന് അസംഖ്യം ശിഷ്യഗണങ്ങളുമുണ്ട്. കാവാലം ശ്രീകുമാറും ഒക്കെ തന്നെയാണ് ഈ പരിപാടി മുഖ്യമായും തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാൻ പ്രേരണയായത് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനേകം ശിഷ്യന്മാർക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംപ്രേഷണത്തിലൂടെ അവരിതൊക്കെ അറിയുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.